ഡോക്ടർ നുസ്രത് ജഹാൻ, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്കൊന്നും ജ്യോതി മൽഹോത്ര പോയിട്ടില്ല. അതേസമയം അപ്രധാനമായ ചില കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പറയുന്നത് കാശീപുരം വനശാസ്ത്ര ക്ഷേത്രം ഉത്സവത്തിൽ ഇവർ പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആർ അനുമതി കൊടുത്തു എന്ന് വ്യക്തമാക്കപ്പെടേണ്ടത് ഉണ്ട്. മാത്രമല്ല ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നേരത്തെ അസ്ക പറഞ്ഞതുപോലെ മടിയിൽ കനമില്ലെങ്കിൽ ജ്യോതി മൽഹോത്രയുടെ ഈ റൂട്ട് മാപ്പ്, അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ കൂടെ ടൂറിസം വകുപ്പ് ഒരു ഗൈഡിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇതെല്ലാം തുറന്ന് പറയേണ്ടതല്ലേ ടൂറിസം വകുപ്പ്? മാത്രമല്ല ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കോഴിക്കോട്ടുകാരിയായ ശ്രീമതി നുസ്രത് ജഹാന് അറിയാം അദ്ദേഹത്തിൻ്റെ പഴയ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ആരോപണങ്ങൾ അതിൽ ചിലതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? മടിയിൽ കനമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു കൊഞ്ഞലം കാട്ടലാ. അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത് പറയുമ്പോ മുസ്ലിം ആയിരുന്നെങ്കിൽ, ഇപ്പൊ അഡ്വക്കേറ്റ് അഷ്കർജി പറഞ്ഞു, മുസ്ലിം ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് ഇസ്ലാമിന്റെ പേരിൽ വെരി സോറി സർ ടു സേ യു ദാറ്റ് മുസ്ലിം ആയിരുന്നെങ്കിലല്ല, രാജ്യദ്രോഹത്തിന് സീറോ ടോളറൻസ് ടു ടെററിസം എന്നാണ് രാജ്യം ഇന്ന് പറയുന്നത്. പണ്ടത്തെ രാജ്യമല്ല ഇന്ന് ഭാരതം. അപ്പൊ ആ സീറോ ടോളറൻസം ഉള്ള ഈ രാജ്യത്ത് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ നമ്മൾ എതിർക്കുന്നത് എന്താണ്? രാജ്യത്തിന് വിരോധമായിട്ട് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും രാജ്യത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത മഹാത്മാഗാന്ധിനെ വരെ നമ്മൾ വിമർശിക്കുന്നു. രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ഒരു പിക്ചർ, ബ്രിട്ടീഷ് കൊടുത്ത ഒരു പിക്ചർ മാത്രമേ ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. യു ഹാവ് ടു ലേൺ അബൌട്ട് വാട്ട് വാസ് ഗാന്ധിജി ഇൻ ഗുജറാത്ത്, വാട്ട് വാസ് ഹിസ് ഫേസ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതേപോലെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഇസ് എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആൻഡ് അഡ്വക്കേറ്റ്. കോഴിക്കോട്ടുകാരനായ അയാൾ എല്ലാത്തിലും A to Z കാര്യങ്ങൾ നോക്കി. ഇതാണ് എന്റെ അനുഭവത്തിൽ പോലും എനിക്കറിയാം. ഇല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധനായ ഒരാളാണ് അദ്ദേഹം, മന്ത്രി അല്ലാത്ത കാലഘട്ടത്തിൽ. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാ പറയണേ. ഇനി എന്താ ചോദിച്ചാൽ അപ്പൊ പറയാം. ഇപ്പൊ ഇവിടെ ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഒരു വ്ളോഗറെ കൊണ്ടുവരുമ്പോ വാട്ട് വാസ് ദ മാൻഡറ്ററി ഹി ലുക്ഡ്? ഈ വ്ളോഗർ എന്ത് ചെയ്യണു? വ്ളോഗറെ നോക്കുമ്പോ ഇപ്പൊ ഒരാളെ സെർച്ച് ചെയ്യുമ്പോ ജാതകം പോലും കല്യാണം കഴിക്കാൻ നോക്കേണ്ട കാലം അല്ലാതെ പോയിരിക്കണ ഡിജിറ്റൽ വേൾഡില് വാട്ട് ഷീ വാസ് ഡൂയിങ് എന്തുകൊണ്ട് ഈ മന്ത്രി ശ്രദ്ധിച്ചില്ല? അല്ലെങ്കിൽ ഇവരൊരു സുന്ദരി ആയതുകൊണ്ടാണോ കേരളത്തിൽ വന്നത്? കേരളത്തിൽ എത്രയോ സുന്ദരിമാരുണ്ടായാലും നല്ല വ്ളോഗേഴ്സ്. ടൂറിസം എന്ന് പറയുന്നത് ഇതല്ല. കേരള ടൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യണേ? ഇവര് അമേരിക്കനല്ല ഇപ്പൊ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഇവർ കാണുന്നതും ആ മോഡൽ പോകുന്ന ഇവര് അമേരിക്കയിലെ ടൂറിസമോ ബ്രിട്ടന്റെ ടൂറിസമോ ഒക്കെ എന്താ ഇവിടെ നടക്കാത്ത? ഒരു പുഴയെങ്കിലും ക്ലീൻ ആക്കി വെക്കാൻ ഈ ഗംഗയൊക്കെ ചെയ്ത പോലെ വെക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാത്ത ടൂറിസം. പൊട്ടൻഷ്യൽ ഓഫ് ടൂറിസം ഇസ് അവർ നേച്ചർ. വയനാട് ദുരന്തം, ഇങ്ങനെയുള്ള കുറെ ദുരന്തങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെ ഇന്നും പുനരധിവാസം ഇല്ലാത്ത എന്ത് ടൂറിസമാണ് നിങ്ങൾ നടത്തുന്നത്? വയനാട്ടിലൊക്കെ പുഴകളുണ്ട്. ആ പുഴകൾക്ക് ഏതെങ്കിലും ഒരു പുഴ, ഞാനൊരു പുഴേന്റെ തീരത്ത് ജനിച്ചു വളർന്ന ആളാ, ചാലിയാറിന്റെ. അവിടെ കമ്പനി ഗോളിയറൻസിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ CIQ എന്ന് പറഞ്ഞ ഒരു സംഘടന ST ഒക്കെ കൂടിയിട്ട് കളിച്ച് ആ കമ്പനി പൂട്ടിച്ചു. ആർക്ക് നഷ്ടമായി? ആ നാടിന് നഷ്ടമായി. ഇന്നും ആ കമ്പനി പോയിട്ട് ആ പുഴേന്റെ സ്ഥിതി അറിയോ? ഇടിഞ്ഞിടിഞ്ഞ് പുഴ വീതി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഇത്രയും സുന്ദരമായ ഒരു പുഴ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ബിർള അവിടെ അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രീസ് പണിയണമെങ്കിൽ എത്ര സുന്ദരമായിരുന്നു ആ സ്ഥലം എന്ന്, ആ ഗ്രാമം എന്ന് നിങ്ങൾ ഓർക്കണം. ആ ഗ്രാമത്തിനെ പോലും ടൂറിസത്തിന്റെ പേരിൽ ഒന്നും വരെ കാട്ടിയിട്ടില്ല. എല്ലാം ഇവര് പറയണ ടൂറിസം എന്ന് പറയണ ഇവരെ മടിയിൽ കനം വെച്ചുകൊണ്ട് തന്നെയാ പറയണേ. പിന്നെ വേറൊരു കാര്യം പറയാം, ഇന്റലിജൻസ് ഓഫ് സെൻട്രൽ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണേ എന്തോ?
140 കോടി ആൾക്കാരെ ഇന്റലിജൻസ് എടുക്കാൻ പറ്റുമോ? ഞാൻ പോലും ഒറ്റയ്ക്ക് ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അയാളോടായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ പാർട്ടിയോ എന്ത് നോക്കുകയാണെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കൂ. നമുക്ക് അയാളെ എല്ലാ ജാതകങ്ങളും അയാളെ റീലിനും അയാളെ പോസ്റ്റിന്നും എല്ലാം കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ എന്തുകൊണ്ട് ഇവരുടെ പാകിസ്ഥാൻ പോയ ഇത്രയും തവണ പാകിസ്ഥാൻ പോയ ഒരു വ്ളോഗറാണ് ഇവര് ജ്യോതി മൽഹോത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും സമർത്ഥനായ ഒരു മന്ത്രിക്ക് സാധിച്ചില്ല? ഗവൺമെന്റ് മുഴുവനും വേണ്ടല്ലോ അതിന്. ഒരു മന്ത്രിക്ക് ഉത്തരവിട്ടാൽ അറിയില്ലേ? ആ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചൂടെ? അവിടെ CID ഇല്ലേ, അവർക്ക് അന്വേഷിച്ചൂടെ? കേരള പോലീസ് ഇല്ലേ? എല്ലാം കേന്ദ്രത്തിന് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്. അപ്പോ അതൊക്കെ മടിയിൽ കനമുള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്ത് അവരെ കൊണ്ടുവന്ന് മുഖ്യമായ സ്ഥലങ്ങൾ ഇവര് ചിത്രീകരിച്ച് പഹൽഗാം വരെ ഇവര് പോയി. ഈ സംഭവം പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് ഇവര് പോയി. അവിടെ പോയിട്ട് എന്താണ് സ്പോട്ട് ചെയ്ത്, അതേപോലെ ആ കാരണത്താലാണ് നമ്മളെ കേരളത്തിൽ ഇവര് വന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പഹൽഗാം അറ്റാക്കിലെ 4 സൂത്രധാരനല്ല, അറ്റാക്ക് ചെയ്തതിൽ ഒരുത്തനും കേരളത്തിലാണ്. അവന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നത്. അത് എവിടെയാണെന്ന് ഈ ഗവൺമെന്റ് പറയണോ? എവിടെയാണ് ഈ ലോകത്തില്ലാത്തൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കേരളത്തിലുള്ളതെന്ന് അറിഞ്ഞാല് എന്തിനാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ അമേരിക്കയിൽ പോണ ഇത്ര വലിയ ലാബ് ടെക്നീഷ്യൻ? അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ എല്ലാ ടെററിസത്തിന് വേണ്ട എല്ലാ ടെക്നീഷ്യനും പഠിക്കാനും അവർക്ക് ഊണൊരുക്കാനും ഹോട്ടലുകൾ കൊടുക്കാനും ടൂറിസം കേന്ദ്രമാക്കാനും ഒക്കെ കേരളം ഇന്ന് മുന്നോട്ട് വന്നിരിക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. തഹാവൂർ റാണ വന്ന് കേരളത്തിൽ ഹോട്ടലിൽ താമസിച്ചു. അന്ന് BJP മോദിയല്ല കേരളം ഭരിച്ചിരുന്നത്. ഇതൊന്നും എന്തുകൊണ്ട് ഒരാൾ വന്നാല് അവർക്കൊക്കെ ആധാർ കാർഡില്ലേ, പാസ്പോർട്ടില്ലേ, ഇവർ പോയ രാജ്യങ്ങൾ ഇതാക്കില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറയാ, പാകിസ്ഥാൻ പോയ ഒരാള്, നമ്മളാരും പാകിസ്ഥാൻ പോകാൻ ആഗ്രഹിക്കില്ല. കാരണം ലോകത്ത് എവിടെ പോയാലും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനിൽ എൻ്റർ ആയ ഒരു സീല്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എമിറേറ്റ്സിൽ വർക്ക് ചെയ്യണ ഒരാളെ കല്യാണം ഉണ്ടായിട്ട് എല്ലാവർക്കും പാകിസ്ഥാൻ കല്യാണത്തിന് പോവാൻ സുഹൃത്തിന്റെ അവർക്ക് ദുബായിൽ നിന്ന് വിസ അടിക്കുന്ന സമയത്ത് ഇന്ത്യൻ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ളവർ തന്നെയാ അവർക്ക് വിസ അടിച്ചു കൊടുത്തിട്ടില്ല എംബസി. എല്ലാം കഴിഞ്ഞു. വാട്ട് ഈസ് യുവർ എംബസി എന്നൊക്കെ ചോദിച്ച് ഇവരെ സ്റ്റുപ്പിഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവര് നേരിട്ട് എംബസിയിൽ പോയി അവിടുത്തെ ഓഫീസറിനെ കണ്ടു. ഓഫീസറിനെ കണ്ട പറഞ്ഞു, യു ആർ യങ് ഗൈസ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ടു പാകിസ്ഥാൻ, യുവർ ഫ്യൂച്ചർ വിൽ ബി ബ്ലാക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് വി ആർ റിജക്റ്റിംഗ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പറഞ്ഞു. അപ്പൊ ഇത്ര പോലും ഒരു വിദേശ രാജ്യത്തും ജോലി ചെയ്യണ ഒരാൾക്കൊരു കല്യാണത്തിന് പോകാൻ പോലും ഇന്ത്യൻ എംബസി സമ്മതിക്കുന്നില്ലെങ്കിൽ അതുപോലെ പാകിസ്ഥാനിൽ പോയ ഒരാള് നമ്മളെ രാജ്യത്ത് നമ്മളെ നാട്ടിൽ വരുമ്പോ നമ്മൾ നോക്കണം. അപ്പോഴാണ് അറിയിക്കേണ്ടത്. ഇവരന്വേഷിക്കും. അല്ലാതെ മോദി ഇവിടുത്തെ IBQ ഈ മൽഹോത്രനെ പിടിച്ച് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല കേട്ടോ, ഇല്ല. പാകിസ്ഥാനിൽ പോയി അവർക്ക് ടെററിസ്റ്റ് ISന്റെ സംരക്ഷണം കിട്ടിയ ഫോട്ടോവും വീഡിയോ അവിടെ ഉണ്ട്. അതൊക്കെ കാണണ്ട മുഹമ്മദ് റിയാസ് ആയിട്ട് അറിയിക്കണേ. ഞാനിങ്ങനെ ഒരു ബ്ലോഗറിനെ ക്ഷണിക്കാൻ പോയപ്പോ ഷീസ് ഹാവിങ് ദിസ് ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പണിയുന്ന ഈ സഖാക്കന്മാർക്ക് ഈ ബുദ്ധി വരുന്നില്ല? എന്തുകൊണ്ട്? എല്ലാത്തിനും വായടിച്ച് നമ്മളെയൊക്കെ അങ്ങോട്ട് സംസാരിച്ച് ഇരുത്തു. പക്ഷെ ഇപ്പൊ ആർക്കും മിണ്ടാനില്ല. മുഹമ്മദ് റിയാസ് ആപ്റ്റ് ടു ആൻസർ ഫോർ ദിസ്. മിണ്ടാതെ നടന്നിട്ട് ഒരു കാര്യമില്ല. അയാൾക്ക് നമുക്ക് മുമ്പേ പറഞ്ഞു തരായിരുന്നു ജ്യോതി മൽഹോത്ര ആരാണെന്ന്. മുഹമ്മദ് റിയാസിനെ ആക്ച്വലി പറയായിരുന്നു അവര് പഹൽഗാം പോകുന്നതിന് മുമ്പേ. സോ ദിസ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ഫോർ എ മിനിസ്റ്റർ. അതല്ല, എത്ര പെട്ടെന്നാണ് ഉത്തരം നൽകുന്നത്. ഒന്നാമത് ദാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, പ്രതികരണം. മാത്രല്ല ഒറ്റയടിക്ക് പറയാ കേരള ടൂറിസത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്. എന്ത് ടൂറിസം അവിടെ ഉണ്ടാക്കിയേ? ഗഡ്കറി ഉണ്ടാക്കിയ റോഡ് കാണിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്നതോ? നാഷണൽ ഹൈവേ കാണിച്ചിട്ട് ഹൈ റേഞ്ചിലൊക്കെ വേറെ എന്ത് ടൂറിസം അവിടെ ഉള്ളത്? ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ബോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ? എന്താ ഉള്ള അവിടെ? കേരളത്തിന്റെ ഫുഡ്, മലബാറിലെ ഫുഡിന് വേണ്ടിയിട്ടെങ്കിലും ഫറോക്ക് പാല ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ലൈറ്റ് ഇടാൻ ഇപ്പൊ കുറച്ച് പൈസ 100 രൂപ കൊടുത്താ കിട്ടൂലേ? ചെയ്യാല്ലേ? വേണമെങ്കിൽ അയച്ചുതരാം. നിങ്ങൾ കൊച്ചി മുഴുവൻ, ട്രിവാൻഡ്രം മുഴുവൻ 100 രൂപ കൊടുത്താൽ കിട്ടും. അത് അവര് വന്ന് ഫിറ്റ് ചെയ്ത് തരും ഇലുമിനേഷൻ.
ഇതൊക്കെ അവർക്ക് വലുതായിട്ട് തോന്നും. പക്ഷെ അതെ. രേഖകൾ പരിശോധിക്കേണ്ടതിന് നമുക്കൊരവസരം, എനിക്കൊരാളെ പറ്റി സംശയം, ഞാൻ ഒരാളെ തോന്നിയാൽ ഞാൻ അപ്പൊ ഇൻഫോം ചെയ്യും. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല, എനിക്ക് പഠിക്കണം തോന്നുക. എന്താന്ന് പറഞ്ഞാൽ ഇന്ന ആൾ ഇന്നതല്ലേ, ഇവരെ പറ്റി നിങ്ങൾക്ക് നേരത്തെ അറിയാവോ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ അതുപോലും അറിയാത്ത ഇവരൊക്കെ എന്ത് മന്ത്രിമാരായിട്ട് ഇരിക്കണേ. പക്ഷെ അതെ. ഇവരൊക്കെ ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ കോഴിക്കോടിലെല്ലാം എല്ലാവർക്കും അറിയാം. നാട്ടുകാരോട് ചോദിച്ചാൽ മതി. സഖാക്കന്മാര് പറയില്ലായിരിക്കും, ബാക്കി എല്ലാവർക്കും അതറിയാം. ഓക്കെ, ഓക്കെ.